കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലാണ് കേട്ടോ ഉള്ളത്. അനിയന് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ഹൈദരാബാദിൽ നിന്ന്. അവന് ഹൈദരാബാദിൽ നിന്ന് പിന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടുന്ന് നമ്മളെ ഇതില്ലേ ബൈക്ക്, അതിൻ്റെ പേര് യൂബർ ബൈക്കില്ലേ, അതായത് ബൈക്ക് ടാക്സി ഉണ്ട്. എൻ്റെ ബാക്കിൽ ഇങ്ങനെ റെയിൽവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയൊന്നൊരു കാറുകാരൻ വന്ന് ഇടിച്ച് അവന് തെറിച്ച് വീണ്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കേട്ടോ. വലത് കൈൻ്റെ തള്ള വിരലിനാണ് ചെറിയൊരു ഇത് പറ്റിയത്, കുറച്ച് ഇറച്ചി പോയിക്ക്. അപ്പോൾ ഇത് ഭാഗ്യത്തിന് കട്ടായി പോവും, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ടൊന്നും ആയില്ല. അങ്ങനെ എന്താ ആയിക്കണ്ടേ, ഭയങ്കര ബുദ്ധിമുട്ടാവാൻ. ഇത്രേ പറ്റിയുള്ളൂ ഭാഗ്യത്തിന്, പഠിച്ചോൻ കാത്ത്. അതുകൊണ്ട് അതിനിപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. നമ്മൾ ആദ്യം മെഡിക്കൽ കോളേജിലേനും പോയത്. അവനെ ഹൈദരാബാദിൽ നിന്ന് എത്തിക്കാൻ ഭയങ്കര പാടുപെട്ട് ഫ്ലൈറ്റ് ടിക്കറ്റെല്ലാം എടുത്ത് കൊടുത്ത് വന്നതാണ്. കാരണം പെട്ടെന്ന് ഇങ്ങ് എത്തണമല്ലോ, 24 മണിക്കൂറുണ്ട് ഹൈദരാബാദിൽ നിന്ന് എത്താൻ. അവിടെ ആണെങ്കിലും ഒരു യാതൊരുവിധ ഹെൽപ്പോ അവനെ പോലീസുകാരൊന്നും കുഴപ്പമില്ല, സഹായിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഈ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയ ചങ്ങായി പോലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ കണ്ടുവന്ന നാട്ടുകാർ പോലും ഒന്ന് സഹായിക്കാട്ടുള്ളൊരു നിസ്സഹായാവസ്ഥയിൽ ഈ വേദനയും കടിച്ചു പിടിച്ച് കുറേ ഓടിക്കുവാൻ. പോലീസ് സ്റ്റേഷനിലും കുറേ നിന്ന് കുറേ വേദന വല്ലാണ്ട് സഹിച്ചിക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇങ്ങ് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ ഞാനിങ്ങ് എത്തിച്ചതാണ്. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ കാണിച്ച് ഓല് സ്റ്റിച്ചിട്ട് അല്ലാണ്ട് ഒരു കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഓല് ഇത് കുഴപ്പമില്ല. ഓല് കൈ പിന്നെ ഇപ്പോൾ നീരോ വന്നിട്ടുണ്ടെങ്കിലും വിരൽ കട്ട് ചെയ്യുക എന്നുള്ള ഒരു ലാഘവത്തോടു കൂടി, അതായത് ഒരു വിരളിനൊന്നും ഒരു വിലയില്ല ശരിക്കും പറഞ്ഞാൽ. മൈത്രയിലെത്തിയെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഓല് പറഞ്ഞത് സിമ്പിളായിട്ടാണ്. ഒരു വിരൽ പഴുപ്പ് വന്നിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് സർജറിയിൽ കാണിക്കുക. പഴുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, വെള്ളം കട്ടി കളയുക, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി. എത്ര ലാഘവത്തോടു കൂടിയാണ് എന്നുള്ളത് പൊന്നു സുഹൃത്തുക്കൾ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിർബന്ധമായിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക. കഴിവതും ഇങ്ങനത്തെ കേസുകളൊക്കെ പ്രൈവറ്റിൽ തന്നെ കാണിക്കാൻ ശ്രമിക്കണം. കാരണം അവർ മാക്സിമം ശ്രമിക്കും അത് നിലനിർത്താനോ. എനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയിനു. അപ്പോൾ അവിടെ നിന്നാണ് വേഗം എങ്ങനെയല്ലോ പിന്നെ എന്താ പറയുക, എനിക്ക് അന്നേരം സീരിയസ്നെസ് ഒന്നും അതിൻ്റെ ഇതിനില്ല. കാരണം ഓലെ ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ്സൊക്കെ. നാട്ടിലുള്ള റീമിൻ്റെ ചങ്ങായിമാർ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനോ എല്ലാത്തിനും സഹായിച്ച്. എന്താ പറയുക, നമ്മൾ നിസ്സഹായനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒന്ന് നോക്കിയാൽ. അപ്പോൾ കുറച്ച് ദിവസം പിന്നെ റെസ്റ്റ് കാര്യമൊക്കെ വേണ്ടി വരും. ഞാൻ കുറേ ആൾക്കാരെന്നെ വിളിക്കുന്നെല്ലാം ഉണ്ട്, കിട്ടാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓലോടും കൂടി പറയുന്നത്, ഞാനൊന്നും വിചാരിക്കരുത്. ഞാൻ ഈ ഓൻ്റെ കാര്യം ഇങ്ങോട്ടെല്ലാം അഡ്ജസ്റ്റെല്ലാം ആക്കിയിട്ട് നിങ്ങളെ അടുത്ത് വരികയൊക്കെ ചെയ്യും. നമ്മളെ കല്യാണത്തിൻ്റെ കാര്യത്തിന് വരികയൊക്കെ ചെയ്യും കേട്ടോ. മാഷാ അല്ലാ, വടകരയുള്ള ആൾക്കാരുടെ ഓന് ഭയങ്കര ഭാഗ്യവാനാണ് കേട്ടോ. ഈ മോന് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എന്തിനൊക്കുന്ന നാട്ടിലുള്ള ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും പിന്നെ ഇപ്പോൾ മിന്നുവിലാടലാക്കി വന്നതാണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും വരുന്ന നിൽക്കുന്നതൊക്കെ നോക്കണം. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും ഈ വിരലിൻ്റെ തമ്പ്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വിവരം ഇങ്ങനെ പറയാമെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പല ആൾക്കാരും വിളിക്കുകയൊക്കെയും ചെയ്യുമ്പോൾ എന്തെന്നാ ഫോൺ എടുക്കാത്ത, ഓന് വലിയ അഹങ്കാരമായിപ്പോയി, ഓനെന്താ വരാത്ത, എന്തെന്നാന്ന് വെച്ചിട്ട് വെറുതെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതുകൊണ്ടാണ്. നമ്മളിപ്പോൾ എവിടെയുള്ള എന്ന് നമ്മളെ സാഹചര്യം ഒന്ന് അറിയിക്കാൻ എനിക്ക് വയ്യില്ല. അല്ലാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വ്ളോഗ് എടുക്കാൻ താല്പര്യമായിട്ട് വീഡിയോ എടുത്തോടുന്നൊന്നുമല്ല കേട്ടോ. എല്ലാവരും ദുആ ചെയ്യും. ഓക്കെ, എല്ലാവരും ദുആ തീർച്ചയായിട്ടും വേണം. പിന്നെ മൈത്ര ഹോസ്പിറ്റലിൽ നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ. നല്ല കെയറിങ് ആണ്, നല്ല സ്റ്റാഫുകളാണ്, നമുക്ക് ധൈര്യമാണ്.